നന്നായി വരണമേന്ന് ഉത്തമനായ മിശിഹ തിരുവുള്ളം ഉന്മയെഴുന്നൽകവേണം. കന്ദീശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ കൈകൂപ്പി നേർന്നു ഞാൻ പെറ്റു വളർത്തൊരു
കന്നി മകളെ ഞാൻ നിന്നെ തോളും തോടയും മുഖവും അണിമാറും യോഗത്താലെ വാരിശുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. നീ മനുഷ്യനെ സകല ജീവജാലങ്ങളുടെയും ഉപരിയായി സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്നത് തന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നരുൾ ചെയ്ത് ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തി ജീവസഖിയെ നൽകി ആദ്യ വിവാഹം ആശീർവദിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളുടെ മകൾ നീ സ്ഥാപിച്ച വിവാഹാന്തത്തിലേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹമെന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. ആദത്തിന് ഹവ്വായെയും അബ്രാഹത്തിന് സാറായെയും ഇസഹാക്കിന് റബാക്കയെയും ജീവിതസഖിയായി നൽകി അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് വിവാഹാന്തത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകളെ നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന, ഊന്നും ഉറപ്പാകുന്ന പങ്കാളിയായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് വധൂവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, ഇന്ന് വിവാഹിതനാകാൻ പോകുന്ന ഞങ്ങളുടെ മകളെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടി ഈ മകളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ തലവനായ മാർ യൗസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ വിവാഹം ശുഭമായി തീർന്ന് ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥന പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അത്രയും നീളമാകേണ്ട സംഘത്തിലോട് നിന്റെ സഹായപേക്ഷിക്കുന്നു. വിശ്വാസത്തെ ധൈര്യപ്പെട്ട എൻ്റെ പാതങ്ങളിൽ നിൽക്കുന്നു. അതിന് ചോദിച്ചമാകാം വിദ്യാപേക്ഷ ഉപേക്ഷിക്കാതെ അവരുടെ ആമേ.
ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും എന്നുമെന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. Well, here we are, living in the moment. And here we are, dreaming in the open. Now look around, isn't this a new day? Make a move, doing things a new way. A new way. 'Cause this is our world, and this is our time. These are our plans, we're gonna let them shine. This is our place in the human race, and we won't stop dreaming. No, we won't stop dreaming. Look ahead, we can see forever. You and me doing it together. Light it up, we can be a million stars. Look at us, don't you see we've come so far? Yeah, we've come so far. 'Cause this is our world, and this is our time. And these are our plans, we're gonna let them shine. This is our place in the human race, and we won't stop dreaming. No, we won't stop dreaming. Standing at the crossroads, feeling how the wind blows. We can soar above the clouds.
Amen.
വിശുദ്ധതയിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീക്കും സർവ്വജ്ഞനായ ഭരണകർത്താവുന്നതിൽ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സദന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും മറുപടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീക്കും വിശുദ്ധ പത്രോസിന് എഴുതിയ ഒന്നാം ലേഖനം 3-7 ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റങ്ങളുടെ വിശ്വാസത്തെ ന്യായീകരിക്കാൻ കാര്യങ്ങൾക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാഗ്യമൂടി കാര്യങ്ങളിലൂടെയോ സന്നാഹനമോ വിശേഷ വസ്ത്രങ്ങളല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സഹനവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരയജ്ഞമടങ്ങിയ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തെ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങൾ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ പ്രധാനന്മാരുടെ വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ പ്രാർത്ഥനാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഉടനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലത്തിന്റെ പാത്രമാണെങ്കിലും ജീവദായകമായ പ്രവൃത്തി തുല്യ അവകാശി എന്ന നിലയിൽ അവരുടെ ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധായ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം 3-ാം ദിവസം ഗലീലയിലെ കാനായിലെ വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹവിരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീതി തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീടില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുചീകരണത്തിലുണ്ടെന്നറിയുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികൾ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോൾ നിറച്ചു. ഇനി പകർന്ന കലവർക്കാരെടുത്തുകൊണ്ട് ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവർക്കാരൻ വിളിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവർക്കാരൻ്റെ മണവാളെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും വേർതിന് കഴിഞ്ഞ് ആദ്യം വിടുന്നു. അതിഥികളെ ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്
ഗലീലയിൽ കാനായിൽ ചെയ്തത് അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ബന്ധുവീരന്മാരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ജോയലിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ അവിസ്മരണീയമായ ദിനം. ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് ധാരാളമായി ഒഴുകിയിറങ്ങുന്ന സുന്ദരമായ, വിശുദ്ധമായ, മനോഹരമായ ഒരു സന്ദർഭം. ആകാശം വിഴി തുറന്ന് മാലാഖമാർ പാടുന്ന ദിനം. വിവാഹമെന്ന ഉദാശ എത്രമാത്രം പരിശുദ്ധവും പരിപാവനവുമാണ് എന്നതിന് നമ്മൾ വേറെ ഒന്നും അന്വേഷിച്ച് പോകേണ്ടതില്ല. കാരണം കർത്താവ് ശിഷ്യന്മാരും പരിശുദ്ധ കന്യകാമറിയവും ഒക്കെ പങ്കെടുത്തിട്ടുള്ള വിവാഹങ്ങളുടെ വിവരങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനായിട്ട്. അപ്പോൾ വിശുദ്ധമായി ഉദാശയുടെ പരികർമ്മം ഏറ്റവും വിശുദ്ധമായി തന്നെ നടത്താനായിട്ട് എല്ലാവരും സഹകരിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്വ ബോധത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗം. പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ, വിവാഹിതരാകുന്ന ദമ്പതികളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒക്കെ നമുക്കേറെ ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കുകയാണ്. ഫോട്ടോഗ്രാഫർമാരെ ദയവ് ചെയ്ത് ദൂരത്തിൽ പുറത്തു പോകണം, അല്ലെങ്കിൽ ആഗ്രഹം തൊഴിലില്ലാതെ മഴക്കാലത്ത് കടന്നുപോയി വീട് കിട്ടിയ അവസരം എന്ന് പറഞ്ഞ പോലെ നമുക്ക് വലിയ സന്തോഷമാണ്. 20 പേര് കൂടുതലുണ്ട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ജീവിതത്തിലായിരുന്നു. സാമാന്യ വലിയ ഒരു വചന സന്ദേശം നൽകുന്ന സമയത്തെങ്കിലും ബഹളമുണ്ടാക്കാതെ മാറി നിൽക്കുവാനുള്ള ഒരു നല്ല രീതി നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയ സമ്മേളനങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ ചെയ്യുന്നത് പോലെയല്ല, ദേവാലയത്തിൽ ആയിരിക്കേണ്ട രീതിയിലായിരിക്കാനാണ് ഉദ്ദേശിക്കുക. ഈ നമ്മുടെ പ്രിയപ്പെട്ട ഈ മക്കൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുത്തുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ കൈപിടിച്ച് ദൈവത്തിൻ്റെ കൃപ തേടി ദേവാലയത്തിലെത്തി നിൽക്കുകയാണ്. ഇവിടെയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരും ഇവരെ സ്നേഹിക്കുന്ന ഇവരുടെ ബന്ധുജനങ്ങളും ഇവർക്ക് ജന്മം നൽകിയവർ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുമൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മക്കൾ ആരംഭിക്കുന്ന വൈവാഹിക ജീവിതം ഏറ്റവും സമാധാനപൂർവ്വവും സന്തോഷകരവും ദൈവ കൃപ നിറഞ്ഞതുമായിരിക്കണമേ. ഇവരോട് നമുക്കെല്ലാവർക്കും സ്നേഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഹൃദയം തുറന്ന് ഈ രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അനുഗ്രഹിച്ച് അവന് ഏത് തോട്ടത്തിൽ ജീവിക്കുവാനുള്ള അവകാശം നൽകി അവനോടൊപ്പമായിരുന്നു എന്ന് നമുക്കറിയാം. മനുഷ്യൻ എത്രമാത്രം മഹനീയമായ ജീവിതത്തിൻ്റെ ഉടമയായിരിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരും ദൈവിക ഛായയും സദൃശ്യവും നമ്മിൽ നിലനിർത്തി ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരുമാണ്. ജോയലും സേവയും അവര് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് ആരംഭിക്കുന്ന വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവം അവർക്കായി ഒരുക്കിയ ഒരു ജീവിത പദ്ധതിയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ വരെയും അറിയാതെ ഒരുപക്ഷെ പരസ്പരം യാതൊരു അടുപ്പവുമില്ലാതെ കഴിഞ്ഞിരുന്ന 2 വ്യക്തികൾ, അതുപോലെ 2 കുടുംബങ്ങൾ ഇന്ന് സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയിലേക്ക്, സൗഹൃദത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് ദൈവത്തിൻ്റെ ക്രമ സ്വീകരിച്ചുകൊണ്ട് പരസ്പരം വിശുദ്ധീകരിച്ച് ജീവിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വന്നു ചേരുകയാണ്. കർത്താവ്
ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളെ വീട് വിട്ടിറങ്ങി മാതാപിതാക്കളുടെ സംരക്ഷണം വിട്ട് ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് ഇഴുകിച്ചേർന്നുകൊണ്ട് അവന്റെ സംരക്ഷണയിൽ കരുതലിൽ കഴിയാനുള്ള ആഗ്രഹം, അത് വളരെ പ്രത്യാശയോടെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിയാണ് ഭാര്യ. ഭർത്താവ് തനിക്കത് തരുമെന്നുള്ള ഉറച്ച ബോധ്യമാണ്. അതുപോലെ തന്നെ തന്റെ ജീവിതത്തിന്റെ ഭാവിയും ഭാഗതയും നിർണയിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിന് നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള തുണ നൽകുന്ന വ്യക്തിയാണ് ഭാര്യയെന്ന് ഭർത്താവ് കരുതുകയും. അപ്പൊ നിങ്ങൾ ഇരുവരും ഒരേ മനസ്സോടെ, ഒരേ താല്പര്യത്തോടെ, ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ജീവിതയാത്ര ആരംഭിക്കുകയും ഒരുപക്ഷെ ചെറിയ അരുവിയായിട്ട് ആരംഭിച്ച് വലിയ ജലാശയമായിട്ട് തീരത്തക്ക രീതിയിൽ നിങ്ങളുടെ പ്രണയം, സ്നേഹം വളരേണ്ടതായിരിക്കും. കുടുംബജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും സ്നേഹത്തിൽ വളരുവാനും സ്നേഹിച്ച് പരസ്പരം വിശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കണം. ഭർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ സ്വീകരിച്ച് ആരുടെയും നിർബന്ധമില്ലാതെ, ആരുടെയും സമ്മർദ്ദമില്ലാതെ സ്നേഹിച്ച് ജീവിക്കുവാനുള്ള ഒരു സന്നദ്ധത, വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള ഒരു സന്നദ്ധത ഭാര്യയ്ക്ക് ഉണ്ടാവണമെന്ന് പറയുമ്പോൾ തന്നെ ഈ സന്നദ്ധത ഭർത്താവിനുണ്ടാകും. ഭാര്യയെ സ്നേഹിക്കാൻ, അവളിലൂടെ തന്റെ ജീവിതത്തെ പടുത്തുയർത്താൻ, നിങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന കുടുംബത്തിന്റെ സുസ്ഥിതിക്കായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ ഉള്ള ഒരു ധീരമായ തീരുമാനം ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കുടുംബം ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു സംവിധാനമാണ്. ദൈവം വിളിക്കുന്നില്ലെങ്കിൽ ആർക്കും ആ കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും വിജയിപ്പിക്കുവാനും സാധിക്കുകയില്ല എന്ന് ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളും ആർപ്പാടങ്ങളും എത്രമാത്രം വലുത് എന്നതല്ല, നിങ്ങളുടെ വിശ്വാസം എത്രമാത്രം ദൃഢതരമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ശക്തി എത്രമാത്രം വലുതാണ് എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയിക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, വിളിച്ചവരിൽ വിശ്വാസം അർപ്പിച്ച് കുടുംബജീവിത യാത്ര അതിന്റെ ഭാരങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമ്പോൾ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന ഇല്ലാത്ത ജീവിതം തകർച്ച നേരിടേണ്ടതായിട്ടുണ്ട്. Those who pray together will live together എന്ന ഒരു സുപ്രസിദ്ധമായ ചൊല്ല് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയോടെ ഹൃദയങ്ങൾ കൈമാറുകയും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ടുള്ള ഒരിക്കലും തളർച്ചയില്ലാത്ത ഒരു മനസ്സുമായി ജീവിക്കുമ്പോൾ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും, സമാധാനപൂർണ്ണമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. അവർ ഇത്രയും കാലം നിങ്ങൾക്കായി ചെയ്ത എല്ലാ നന്മകളെയും അനുസ്മരിച്ചുകൊണ്ട് അവരോട് കൃതജ്ഞതയുള്ളവരായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുക. നിങ്ങളുടെ വളർച്ചയിലും ഉയർച്ചയിലും പങ്കാളികളായിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിസ്മരിക്കാതിരിക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ ഹൃദയശാലതയോടെ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അവരെ വളർത്തി വലുതാക്കാനായിട്ടുള്ള മനോഭാവം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാനായിലെ വിവാഹ വിരുന്നിന് ചോദിക്കാതെ തന്നെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ട് ഓടി നടക്കുന്ന മാതാവിനെ നിങ്ങൾ കാണാനായിട്ട് കഴിയും. വീഞ്ഞ് തീർന്ന അവസരത്തിൽ അവളോട് ആരും തന്നെ പരാതി പറഞ്ഞില്ല. പക്ഷേ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ അടുക്കൽ ചെന്ന് അവർക്ക് ആവശ്യമായി ചെയ്തു കൊടുക്കാനായിട്ട് നിർബന്ധിക്കുന്ന പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബജീവിതത്തെ സമ്പന്നമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും
ആഗോള സഭ വിശുദ്ധ ഔസേപ്പിതാവിന്റെ വത്സരമായി 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ പ്രഖ്യാപിച്ചിരിക്കുന്നു. തീർച്ചയായും ഇത് കുടുംബത്തിന്റെ കാവൽക്കാരൻ മധ്യസ്ഥനുമാണ് വിശുദ്ധ ഔസേപ്പ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ഔസേപ്പിന്റെ സംരക്ഷണയിൽ നിങ്ങൾ ആശ്രയിക്കുക. നിങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോട് നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കുക. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെ സംരക്ഷിക്കുവാനും ചിറകുള്ള മാലാഖമാർ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നല്ലവനായ ദൈവത്തിന്റെ പ്രഭാവർഷം എപ്പോഴും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഇവിടെയായിരിക്കുന്ന എല്ലാ അച്ഛന്മാരുടെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും ഒക്കെ പേരിൽ ഈ കുടുംബ ജീവിതത്തിന് നന്മകൾ കാരണമുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നൽകുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദുർഗർഭത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായി നയിക്കും. പ്രിയ സഹോദരരെ, ഈ ഒരുപോലെ മാനവമാകുന്ന കൂടാശിയായ ബന്ധിതരാകുന്നു. ഈ കൂടാശ യോഗ്യതയോടെ പരിഗണനം ചെയ്തതിനെ ഒരുപോലെ നിലയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നമുക്കെല്ലാവർക്കും വ്യക്തിയോടും ശ്രദ്ധയോടും മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന്റെ ദിവസങ്ങൾ നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാലനങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്താക്കളോട് ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ വന്നിരിക്കുന്ന ഈ കൂദാശ യുവതിയുടെ വേണ്ടി വാരങ്ങളുടെ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും സഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സേറായെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. സേറ, മിശിഹായുടെ നിയമവും സഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോയലിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ നടപടിക്ക് നിങ്ങൾ സാക്ഷി രണ്ടുപേരും സാക്ഷിക്കണം. തമ്മിലുള്ള ഉടമ്പടിയാളമായി പരസ്പരം മനിതകൾ ചേർത്തിരിക്കുക. അബ്രാഹത്തിന്റെയും യാക്കോബിന്റെയും ദൈവം ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി പ്രഭുജീവൻ നയിക്കുവാൻ ഒരു കർത്താവായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വഴിയായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മുഴുവന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിനുമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വാസത്തിലും വീടുവെത്തിരിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും ഇതിൽ ബുദ്ധിതമാക്കിയ കുറിച്ച് പ്രകടനമാകട്ടെ. ഇത് ഇവരുടെ വിശ്വസങ്ങൾ അടയാളമായി തീരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെയും വിശ്വസത്തിന്റെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മന്ത്രകോടി ആശ്രയിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ വിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സൗത്തിൽ ലോകത്തിന് വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും വിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും നിങ്ങളെ സമരാകട്ടെ. തിരുസർവ്വശക്തനായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് ചൊരിയട്ടെ. ദൈവങ്ങളുടെ മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Now
അങ്ങയുടെ സംരക്ഷണത്തിലെതിരെ കാത്തുകൊള്ളണമേ. അബ്രഹാത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായി നയിക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായി നയിക്കും.
Yeah.